ഒത്തിരി ഇഷ്ടാനിഷ്ടങ്ങളും ആഗ്രഹങ്ങളും വാഞ്ചയും ഒക്കെ ഉള്ളവരാണ് നാം ഏവരും. എന്നാൽ നാം ആഗ്രഹിക്കുന്നത് പോലെയും വാഞ്ചിക്കുന്നത് പോലെയും കരുതുന്നത് പോലെയും പലതും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറില്ല. യേശുവിൻ്റെ ജീവിതത്തിലും അപ്രകാരം തന്നെയായിരുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 42-ാം വാക്യം, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം തന്നെ ആകട്ടെ. അതെ, നമ്മെ നിയന്ത്രിക്കുന്ന, നടത്തുന്ന, പരിപാലിക്കുന്ന, കരുതുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നു. നമ്മളുടെ ജീവിതത്തിൻ്റെ ആകത്തുകയും ജീവിതത്തിൻ്റെ നിലവാരവും അവസ്ഥയും നന്നായി ദൈവം അറിയുന്നു. അപ്പോൾ ആ ദൈവത്തോട് യേശു പ്രാർത്ഥിക്കുകയാണ്. എന്താണ് പ്രാർത്ഥിക്കുന്നത്? പിതാവേ, എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം തന്നെ എന്നിൽ നിറവേറട്ടെ. അതെ, ദൈവ ഇഷ്ടം ചെയ്യുവാൻ വേണ്ടി ദൈവഹിതപ്രകാരം ഭൂമിയിലേക്ക് യേശുവിനെ ദൈവം അയച്ചു എന്ന് നമുക്കറിയാം. ആ ജീവിതത്തിൻ്റെ കഷ്ടതകളും യാതനകളും വർദ്ധിച്ചു വരുമ്പോൾ ഒരുപക്ഷെ അപ്രകാരമുള്ള ഒരു യാതന അല്ലെങ്കിൽ കഷ്ടം അനുഭവിക്കാതിരുന്നാൽ കൊള്ളായിരുന്നു എന്ന് പോലും ചിന്തിക്കുന്ന സമയങ്ങൾ തൻ്റെ മുമ്പിലുണ്ടായി. എന്നാൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് എങ്ങനെയാണ്? താൻ തൻ്റെ ആഗ്രഹം ദൈവത്തോട് അറിയിച്ചതിന് ശേഷം പിന്നെയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം തന്നെ നിറവേറട്ടെ. അതെ, ആയിരിക്കുന്ന നാളുകൾ ദൈവ ഇഷ്ടം ചെയ്യുക, അയച്ചവൻ്റെ പ്രവൃത്തി ചെയ്യുക, അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 34-ാം വാക്യം. അതെ, അയച്ചവൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ തക്കവണ്ണം നാം തയ്യാറാകുകയും ദൈവ ഇഷ്ടം ചെയ്യാതെ നാം ജീവിക്കുകയും ചെയ്താൽ നാം അന്യരായി തീരുകയാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാം വാക്യം വായിക്കുമ്പോൾ, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അതെ, സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ ഒരു നിബന്ധന ദൈവം വച്ചിരിക്കുക. പലപ്പോഴും പരീശന്മാരെ പോലെ, ന്യായശാസ്ത്രിമാരെ പോലെ ഒക്കെ പ്രഹസനങ്ങൾ നടത്തി കർത്താവേ കർത്താവേ എന്ന് വിളിച്ച് പറഞ്ഞ് ഓടുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവരുമല്ല എൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അതെ, ദൈവം ഓരോരുത്തരെക്കുറിച്ചും ആഗ്രഹിക്കുന്നത് ദൈവ ഇഷ്ടം ചെയ്യാനാണ്. അതുകൊണ്ടാണ് ദൈവത്തിൽ പറയുന്നത്, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. അതെ, ദൈവ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം നാം തയ്യാറാകുകയും അതിനായി നാം ഒരുങ്ങുകയും ചെയ്യുമ്പോൾ ദൈവഹിതം നമ്മളിലൂടെ നിറവേറുവാനിടയായിത്തീരും. പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങളുടെ മുമ്പിൽ ദൈവ ഇഷ്ടം ചെയ്യുവാനും വാഗ്ദത്ത നിവർത്തി ദൈവം ഉദ്ദേശിക്കുന്നത് പോലെ പ്രാപിക്കുവാനും നമുക്ക് കഴിയാതെ പോകാറുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായി ദൈവ ഇഷ്ടം ചെയ്യുവാൻ നാം തയ്യാറെടുത്ത് മുൻപോട്ട് പോയാൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും നമ്മോട് കൂടെ ഇരിപ്പാനിടയായിത്തീരും. അതുകൊണ്ട് ദൈവമൊരുക്കുന്ന എല്ലാ അവസരങ്ങളിലും ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്ത നിവർത്തി പ്രാപിപ്പാൻ നാം തയ്യാറാകണം. പലപ്പോഴും നമ്മുടെ മുമ്പിൽ വരുന്ന കഷ്ടങ്ങളും പ്രയാസങ്ങളും വേദനകളും നിമിത്തം നാം പിറുപിറുക്കാറുണ്ട്. റോമാലേഖനം 8-ാം അധ്യായം 18-ാം വാക്യം, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. അതെ, നമ്മളിൽ വെളിപ്പെടുവാനൊരു തേജസ്സുണ്ട്. ആ തേജസ് ഇന്ന് നാം അനുഭവിക്കുന്ന കഷ്ടതകളെ, പ്രയാസങ്ങളെ, രോഗങ്ങളെ, ബാധ്യതകളെ സകലതിനെയും നീക്കി ദൈവം ഉന്നതവും മേൽത്തരവുമാകുന്ന ഒരു വഴിയിലൂടെ നമ്മെ നടത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് നാം മനസ്സിലാക്കുക, നമ്മിൽ സംഭവിക്കുന്നത് നമ്മളുടെ ഇഷ്ടപ്രകാരമല്ല, ദൈവ ഇഷ്ടപ്രകാരമാണെന്നുള്ള തിരിച്ചറിവോടെ ദൈവത്തെ വിശ്വാസത്തിലും ഭക്തിയിലും ആരാധിപ്പാൻ ദൈവം സഹായിക്കട്ടെ.